ഈ കാണുന്ന വളരെ മനോഹരമായ സ്ഥലം ഗ്ലെനോർക്കിയാണ്. ഇത് ന്യൂസിലൻഡിലെ ക്യൂൻസ്റ്റൗണിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഗ്രാമമാണ്. ഈ കാണുന്ന മനോഹാരിത തന്നെയാകാം പല സിനിമകളുടെയും ലൊക്കേഷനാകാൻ ഇടയായത്. 2013 BBC ടെലിവിഷൻ മിനി സീരിയലിനു വേണ്ടി ഈ പ്രദേശം ലൊക്കേഷനായിട്ടുണ്ട്. വളരെ കുറച്ചാളുകൾ മാത്രം താമസിക്കുന്ന ഈ അതിമനോഹരമായ പ്രദേശത്ത് 2 പബ്ബുകളും ഒരു കഫേയും പിന്നെ ഒരു പെട്രോൾ പമ്പും ഒരു ന്യൂസിലൻഡ് പോസ്റ്റ് ഓഫീസും അതുപോലെയുള്ള 1-2 സ്ഥാപനങ്ങൾ മാത്രമേ ഈ പ്രദേശത്തുള്ളൂ. പ്രധാനമായും വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ളതാണ് അവയെല്ലാം. ചെറുവിമാനങ്ങൾക്കായി ചെറിയൊരു എയർ സ്ട്രിപ്പും ഇവിടെ ഉണ്ട്. ഞാൻ ഈ പ്രദേശം വിസിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം വിൻ്റർ കഴിഞ്ഞിരുന്നു. എന്നിട്ടും മലമുകളിൽ ധാരാളം മഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ലേക്ക് വക്കാറ്റുപുവിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നതിനും സഞ്ചാരികൾക്ക് ബോട്ടിൽ വന്ന് ഇവിടെ ഇറങ്ങുന്നതിനുമായി ഒരു വലിയ ഡെക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വീണ് കിടക്കുന്ന മരങ്ങളുടെ ഭംഗി അത് ഭയങ്കര സുന്ദരമാണ്. ഇത് ചിലപ്പോൾ കാറ്റിലോ വെള്ളം കയറിയപ്പോഴോ താഴെ വീണതാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ പ്രദേശത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതിനും റീൽസ് ചെയ്യുന്നതിനും വളരെ മനോഹരമാണ്. ഇവിടെ കുറച്ച് മരങ്ങൾ പൂർണ്ണമായും തടാകത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ക്യൂൻസ്റ്റൗൺ സന്ദർശിക്കുന്ന സഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ഇത് നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടമാകില്ല. ഇവിടേക്കുള്ള യാത്ര, വരുന്ന വഴികളും ഇവിടുത്തെ കാഴ്ചകളും അത്രമേൽ സുന്ദരം. സ്കോട്ട്ലൻഡിലെ ആർഗിൾ താഴ്വരയായ ഗ്ലെനോർക്കിയുടെ പേരിലാണ് ഗ്ലെനോർക്കി എന്ന പേര് ലഭിച്ചത്. ക്യൂൻസ്റ്റൗണിൽ നിന്ന് നമുക്ക് റോഡ് മാർഗവും ജലമാർഗവും ഈ പ്രദേശത്ത് എത്തിച്ചേരാവുന്നതാണ്. ഈ ഭാഗത്ത് അണ്ടർ വാട്ടർ ഇലക്ട്രിസിറ്റി ഉള്ളതിനാൽ ജലാശയത്തിൽ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 1860കളിൽ ആടുകളെ മേയ്ക്കാനുള്ള ഭൂമി അന്വേഷിച്ച് കുടിയേറ്റക്കാരാണ് ആദ്യമായി ഈ പ്രദേശത്തെത്തുന്നത്. പിന്നീട് സ്വർണവും ഷീലറ്റ്, അതായത് ന്യൂസിലൻഡിൽ യുദ്ധസമയത്ത് യുദ്ധസാമഗ്രികൾ നിർമ്മിക്കുന്നതിനായി പ്രത്യേകമായി അന്വേഷിച്ച ഒരു ധാതുവാണ്. അത് പിന്തുടർന്ന പ്രോസ്പെക്ടർമാർ ഇവിടെ എത്തുകയും ചെയ്തു. ഏകദേശം 1 നൂറ്റാണ്ടോളം ഇവിടേക്കുള്ള ഏക സഞ്ചാരമാർഗം സ്റ്റീം ബോട്ടുകൾ മാത്രമായിരുന്നു. എല്ലാ ആഗമനങ്ങൾക്കും പുറപ്പെടലുകൾക്കും ഈ പ്രദേശമായിരുന്നു. 1962 ആദ്യമായി തുറന്ന റോഡിലൂടെ വാഹനമോടിച്ച വനിതയായിരുന്നു റെറ്റ തോംസൺ. റോഡ് നിർമ്മിച്ചു കഴിഞ്ഞതിനാൽ താമസക്കാർ സ്റ്റീമറുകളെ ആശ്രയിക്കാതാകുകയും ഗ്ലെനോർക്കി വാർഫിൻ്റെ വാണിജ്യപരമായ ഉപയോഗം നിർത്തിവെക്കുകയും ചെയ്തു. കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തത്താലും നശിക്കുമ്പോഴും അവിടുത്തെ ഗ്രാമവാസികൾ അതിനെ വീണ്ടും പുനർനിർമ്മിച്ചുകൊണ്ടിരുന്നു. ഒരു കാലത്ത് വെള്ളത്തെ അഭിമുഖീകരിച്ചു നിന്നിരുന്ന ഈ ഷെഡ് ഇപ്പോൾ ഗ്രാമത്തെ അഭിമുഖീകരിച്ചു നിൽക്കുന്നു. ഭൂപ്രകൃതിയിലെ മാറ്റങ്ങൾ, ഗതാഗതം, ഗ്ലെനോർക്കിയിലെ പരിണാമത്തെ പ്രാപ്തമാക്കിയിരിക്കുന്ന പക്ഷികളുടെ വിവരങ്ങൾ, കൂടാതെ ഒരു ചരിത്ര സമൂഹത്തിൻ്റെ വിവരങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ച് ഇതിപ്പോൾ ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. ഇവിടേക്കുള്ള കാഴ്ചകളും ഈ പ്രകൃതിയും ഇവിടുത്തെ വിവരങ്ങളും എല്ലാം എത്രമേൽ സുന്ദരം. ക്യൂൻസ്റ്റൗൺ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഈ പ്രദേശവും ഉൾപ്പെടുത്താതിരിക്കാൻ മറക്കരുത്.